നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുഗതാഗത മേഖലയിൽ സർക്കാർ നൽകുന്ന സേവനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടോ, അതോ പല ഉദ്യോഗസ്ഥരും അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ അവരോട് മോശമായി പെരുമാറുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണെങ്കിലും അവരുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധനകൾ നടത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ മിന്നൽ പരിശോധനയ്ക്കെത്തിയ ഗതാഗത മന്ത്രിയെ തന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ് ബസ് ജീവനക്കാർ. പൊതുഗതാഗത സൗകര്യങ്ങൾ നേരിട്ട് വിലയിരുത്താനും യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുമായിട്ടാണ് കർണാടക ഗതാഗത മന്ത്രി ബൈരന്തി സുരേഷ് ശനിയാഴ്ച രാത്രി ഒരു മിന്നൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ആ മിന്നൽ പരിശോധനയുടെ അവസാനം പല നാടകീയ രംഗങ്ങൾക്കാണ് വഴിവെച്ചത്. മാത്രവുമല്ല, ഗതാഗത മന്ത്രിക്ക് മനസ്സിലായി ഒരു പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സാധാരണക്കാരൻ അനുഭവിക്കുന്നത് ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല എന്നുള്ളത്. അതെ, ചില്ലറ തന്നെയായിരുന്നു പ്രശ്നം. നഗരത്തിലെ ബസ് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മിന്നൽ പരിശോധനയ്ക്കിടെ ഗതാഗത മന്ത്രി ബൈരന്തി സുരേഷ് നേരിട്ടറിഞ്ഞു. പണം ചില്ലറയായി കയ്യിലില്ലാത്തതിന് ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കണ്ടക്ടർ മന്ത്രിയോട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ആവശ്യപ്പെട്ടത്. നഗരത്തിലെ ബസ് സർവീസുകളുടെ യഥാർത്ഥ അവസ്ഥ വിലയിരുത്തുന്നതിനായി രഹസ്യമായാണ് മന്ത്രി യാത്ര ചെയ്തത്. ഹെബ്ബാളിൽ നിന്ന് നാഗശെട്ടിഹള്ളിയിലേക്കുള്ള BMTC ബസ്സിൽ കയറിയ മന്ത്രി 2 ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടു. ടിക്കറ്റിനായി അദ്ദേഹം 100 രൂപയുടെ നോട്ട് കണ്ടക്ടർക്ക് നൽകി. തുക ചില്ലറയായി നൽകാൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടു. തൻ്റെ കയ്യിൽ ചില്ലറയില്ലെന്ന് മന്ത്രി മറുപടി നൽകി. തൻ്റെ കയ്യിലും ചില്ലറയില്ലെന്നും കൃത്യമായ തുക നൽകാൻ കഴിയില്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാനും കണ്ടക്ടർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മന്ത്രി മാസ്ക് ധരിച്ചിരുന്നതിനാൽ കണ്ടക്ടർ തിരിച്ചറിഞ്ഞില്ല. കണ്ടക്ടറോട് മറുപടി പറയാതെ മന്ത്രി ബസ്സിൽ നിന്ന് ഇറങ്ങി. സംഭവത്തിന് പിന്നാലെ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതായത്, ഒരാൾക്ക് പൈസ ചില്ലറ തരാനില്ല എന്ന് കരുതി അയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്ത്രീകൾക്കെതിരെ ആണെങ്കിലും കുട്ടികൾക്കെതിരെ ആണെങ്കിലും ഇത്തരക്കാർ നാളെയും അത് ആവർത്തിക്കുമെന്നില്ല എന്നുള്ളത് ആര് കണ്ടു? ഏതായാലും മന്ത്രി എടുത്ത ഈ ഒരു തീരുമാനത്തിനെതിരെ കയ്യടികളാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. ഒരു മന്ത്രിയുടെ അവസ്ഥ, അതും ഗതാഗത മന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശനിയാഴ്ച രാത്രി 7:10-നും 9:10-നും ഇടയിലാണ് ജയമഹൽ, TV ടവർ, RT നഗർ, CBI റോഡ്, ഹെബ്ബാൾ, മാനിത ടെക് പാർക്ക് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തിയത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം നാഗശെട്ടിഹള്ളിയിൽ നിന്ന് മന്ത്രി ഒരു ഓട്ടോറിക്ഷയിലും യാത്ര ചെയ്തു. നാഗശെട്ടിഹള്ളിയിൽ നിന്ന് അല്പദൂരം മന്ത്രി ഓട്ടോറിക്ഷയിലും യാത്ര ചെയ്തു. അവിടെയും യാത്രക്കാർ നേരിടുന്ന ചൂഷണം മന്ത്രിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. അതായത്, ഓട്ടോറിക്ഷ മീറ്ററിൽ 30 രൂപയാണ് കാണിച്ചതെങ്കിലും ഡ്രൈവർ 36 രൂപ ആവശ്യപ്പെട്ടു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മീറ്റർ ഉടൻ തന്നെ ശരിയാക്കും, അത് കംപ്ലൈൻ്റ് ആണ് എന്നായിരുന്നു ഡ്രൈവറുടെ മറുപടി. ഒടുവിൽ 40 രൂപ നൽകിയാണ് മന്ത്രി ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയത്. ബംഗളൂരിലെ പൊതുഗതാഗത സംവിധാനത്തിൽ യാത്രക്കാർ നേരിടുന്ന മോശം പെരുമാറ്റവും യാത്രാ നിരക്കിലെ ക്രമക്കേടുകളും തുറന്നു കാട്ടുന്നതായിരുന്നു മന്ത്രിയുടെ ഈ രഹസ്യ പരിശോധന. ഏതായാലും ഇത്തരത്തിൽ ഏത് മേഖലയിലുള്ള മന്ത്രിമാരാണെങ്കിലും തങ്ങളുടെ വകുപ്പുകളിൽ കാര്യങ്ങളൊക്കെ തന്നെ സുഗമമായിട്ടാണോ നടക്കുന്നത് എന്നറിയാൻ ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഒരു മന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ മന്ത്രിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും എന്താണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പൊതുമേഖലകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്.